ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ചീരയും പരിപ്പും ഉപയോഗിച്ചുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ നാടൻ കറി തയ്യാറാക്കി എടുക്കുവാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ്. അപ്പോൾ നമുക്ക് ചീരയും പരിപ്പും കൂടിയുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചച്ചീരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 250 ഗ്രാം ചീരയുണ്ട്. ചീര നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കറി തയ്യാറാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് പച്ചച്ചീര മാത്രമല്ല, നമുക്ക് ചുവപ്പ് ചീരയും എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പാലക്ക് ഉപയോഗിച്ചും ഈ കറി തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യത്തിന് വേണ്ട തുവരപ്പരിപ്പ് വേണം. ഞാനിവിടെ 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 150 ഗ്രാം തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പരിപ്പ് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് കുക്ക് ചെയ്യുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് നന്നായിട്ട് കുക്കായി കിട്ടുവാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ മതിയാകും. നമ്മൾ ഉപയോഗിക്കുന്ന പരിപ്പും അതുപോലെ തന്നെ പ്രഷർ കുക്കറൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പരിപ്പ് ഇവിടെ കുക്കായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചിരകിയ നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തു. ഇപ്പോൾ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. പരിപ്പ് എനിക്കിവിടെ നന്നായിട്ട് വെന്ത് ഇതുപോലെ ഉടഞ്ഞ പാകത്തിനാണ് വേണ്ടത്. പരിപ്പ് ഇതുപോലെ വെന്തുടയേണ്ട എങ്കിൽ ഒരു വിസിലാവുമ്പോഴേക്കും കുക്കർ ഓഫ് ചെയ്തോളൂ കേട്ടോ. കുക്ക് ചെയ്തെടുത്ത പരിപ്പ് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പരിപ്പിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചീരയും പരിപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീര നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ചീര അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചീര നമുക്ക് എളുപ്പത്തിൽ തന്നെ കുക്കായി കിട്ടും. 4-5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചീര നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ചീര പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. പരിപ്പ് വേവിച്ച ടൈമിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കി കൊടുത്താൽ മതിയാകും. നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അത്രേ വേണ്ടൂ. പരിപ്പ് ചേർത്ത കറി ആയതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിയുമ്പോൾ അല്പം കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കറി റെഡിയാക്കി എടുക്കേണ്ടത്. കറി ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ച് ചേർക്കണം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നാടൻ കറികൾ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ 5 ചെറിയ ഉള്ളിയും 6 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ചേർക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. കറിയിൽ നമ്മൾ ഇതുപോലെ വെളുത്തുള്ളി മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്ക് വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞു ചേർക്കുന്നതിന് പകരം ചതച്ച് ചേർത്താലും മതിയാകും കേട്ടോ. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ച് ചേർത്തതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 3-4 മിനിറ്റ് നേരം കറി നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് അടപ്പ് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ചീരയും പരിപ്പും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ കറി തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാനിവിടെ ചീരയും പരിപ്പും ചേർത്ത് ഈ കറി കൂട്ടി ഊണ് കഴിക്കാൻ പോകുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.